الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. اتقوا الله عباد الله، ഊസിക്കും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിലെ 3 ഉപദേശങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അവിടുന്ന് തന്റെ മകനോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട അതിഗൗരവമായ ചില ഉപദേശങ്ങൾ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരിക. അതിലൊന്നാമത് അദ്ദേഹം തന്റെ മോനോട് പറയുന്നത്, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യണമെന്നാണ്. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ്. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ നീ ക്ഷമിക്കുകയും ചെയ്യണമെന്നാണ്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതത്രേ അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പ്രധാനമായി 4 ഉപദേശങ്ങൾ ഈ ആയത്തിലൂടെ മഹാനായ ലുഖ്മാൻ തന്റെ മകന് നൽകുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താ? അഖിമിസ് സ്വലാ, നിസ്കാരത്തെ നിലനിർത്തുക എന്നാണ്. സുബ്ഹാനക യാ അലീം. പ്രിയമുള്ളവരെ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോനെ ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ സത്യവിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ഗുണം പറയുന്നിടത്ത്, അവരുടെ വസഫ് വിശേഷണം പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നതായി കാണാം. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിന്റെ 9-ാമത്തെ ആയത്തിലെത്തുന്നിടത്ത് അല്ലാഹു തആല പറയാണ്, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, തങ്ങളുടെ നിസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരും അത്രേ ആ വിശ്വാസികൾ. അങ്ങനത്തെ വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് വിജയം പ്രാപിച്ച മുഅ്മിനീങ്ങളുടെ പ്രത്യേകത? എന്താണ്? തങ്ങളുടെ നിസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാണ് അവർ. യുഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ മഅന, അതിന്റെ ആശയം എന്താണ്? യുസല്ലൂന ലിവഖ്തിഹാ, അതാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞത്. യുസല്ലൂന ലിവഖ്തിഹാ, ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിർവഹിക്കുന്നവരാണ് അവർ. അതായത് അവർ അവരുടെ വുളൂഇനെ, ചില മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചത് അങ്ങനെയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ, അവർ അവരുടെ വുളൂ കൃത്യമായി നിർവഹിക്കുന്നവരാണ്, നിസ്കാരത്തിന്റെ വഖ്തുകൾ കൃത്യമായി നിർവഹിക്കുന്നവരാണ്, അതിനകത്ത് റുകൂഉം സുജൂദും എല്ലാറ്റിനെയും സൂക്ഷിക്കുന്നവരാണ് എന്ന് സാരം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ബഖറ 238-ാമത്തെ ആയത്തിൽ. എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്.
നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നിസ്കാരം. എന്താണ് സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞാൽ? അഥവാ അസർ നിസ്കാരം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഖൂമു ലില്ലാഹി ഖാനിതീൻ, അല്ലാഹുവിന്റെ മുന്നിൽ ഭയഭക്തിയോടുകൂടി നിന്നുകൊണ്ടാകണം നിങ്ങൾ നിസ്കരിക്കേണ്ടതാണ്. ഖാനിതീൻ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിൽ കാണാം ഐ മുതീഈന ഖാശിഈന, അള്ളാഹുവിന് പരിപൂർണമായ അനുസരണത്തിലും അവനിൽ ഭയപ്പെട്ടുകൊണ്ടും. അതായത് സമയത്ത് തന്നെ നിസ്കരിക്കണമെന്നാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ളുഹറിന് തന്നെ, അസറിന് തന്നെ, ഓരോ വഖത്തിനും ഓരോ സമയമുണ്ട്. ആ വഖത്തിൽ അതിന്റെ ഖുശൂഅോടുകൂടി അതിന്റെ വഖത്ത് കറക്റ്റാക്കി ഷർത്തും വാജിബും ഒക്കെ പാലിച്ച് നിസ്കാരം നിർവഹിക്കുക എന്നതാണ് ഈ ആയത്തിന്റെ മഅന എന്ന് പണ്ഡിതന്മാര് പറയാൻ. അല്ലാഹു തആല വീണ്ടും പറയുന്നു സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം അതിന്റെ 31-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു തആല വിളിക്കണം എങ്ങനെ? നബിയോട് പറയാൻ വേണ്ടി പറയാണ്. മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അല്ലാഹു പറയാണ്. എന്താ അറിയോ? ഖുൽ ലിഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാത വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി أن يأتي يوم لا بيع فيه ولا خلال. يا الله, മുഅ്മിനീങ്ങളായ എന്റെ അടിയാന്മാരോട് നീ പറയുക നബിയേ. എന്താണ് വിശ്വാസികളായ അടിയാന്മാരോട് പറയേണ്ടത്? അവർ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് യാതൊരു ക്രയവിക്രയവും ചങ്ങാത്തവും നടക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായി രഹസ്യമായും പരസ്യമായും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ അവർ ചെലവഴിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഇതില് വളരെ പ്രധാനമായി അല്ലാഹു തആല കൽപ്പിച്ച കാര്യം യുഖീമുസ്സലാ. എത്ര സ്ഥലത്താണ് അല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ മുമ്പും ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് എന്തറിയോ? അഖീമുസ്സലാ യുഖീമുസ്സലാ എന്നൊക്കെ പറഞ്ഞാല് വീട്ടിൽ നിന്ന് വുളുവെടുത്ത് പള്ളിയിലേക്ക് എത്തി പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ച് പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിച്ച് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന് ആ നിസ്കാരത്തിൽ പാലിക്കേണ്ട ഷർത്തും അതിന്റെ വാജിബുകളും മുഴുവനും പാലിച്ച് സലാം വീട്ടുന്നത് വരേക്കുമുള്ള നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയക്കാണ് അഖീമുസ്സലാ എന്ന് പറയുക. അഹ്ലുസുന്നന്റെ ഇമാമികൾ പഠിപ്പിച്ച ഇഖാമത്തുസ് സ്വലാത്ത് അങ്ങനെയാണ്. അല്ലാഹു തആല അത് പുലർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ശരി, എങ്ങനെ നിർവഹിക്കണം? എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്? ഒറ്റക്കാണോ നിസ്കരിക്കേണ്ടത്? അതല്ല കൂട്ടമായിട്ടാണോ നിസ്കരിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം. മദ്രസയുടെ ബാലപാഠങ്ങളായി 2ാം ക്ലാസ് മുതൽക്ക് നമ്മൾ പഠിച്ചു പോകുന്ന പാഠമാണ് ജമാഅത്തായി തന്നെ നാം നിസ്കരിക്കണമെന്നത്. പ്രിയപ്പെട്ട മക്കളെ, ജമാഅത്തായി തന്നെ നാം നിർവഹിക്കണം. എന്താ അല്ലാഹു തആല പറഞ്ഞത്? സൂറത്തു അൽ ബഖറ 2-ാം അധ്യായം 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഅഖീമുസ്സലാത വആതുസ്സകാത വർക്കഉ മഅർറാകിഈൻ. നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അല്ലാഹുവിന്റെ മുന്നിൽ റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുകൂഅ് ചെയ്യുകയും ചെയ്യുക. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ പോയാലും ഇമാം ബഅവി അവിടുത്തെ തഫ്സീറിലും അതുപോലെ ഇമാം സഅദി അവിടുത്തെ തഫ്സീറിലും ഒക്കെ വിവരിക്കുന്നത് പ്രധാനമായി കാണുന്നത് വർക്കഉ മഅർറാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം റുകൂഅ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് സ്വല്ലു മഅൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക എന്നാണ്. സുബ്ഹാനക അലീം. അതായത് ജമാഅത്തായി തന്നെ നിസ്കരിക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് ധാരാളം അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ തെളിവ് പിടിച്ചിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾ അള്ളാന്റെ കിതാബിൽ തന്നെ കാണാൻ പറ്റും. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും പുരുഷന്മാരുടെ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാനാണ് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചതും നിർബന്ധമാക്കിയതും. ഏത് സന്ദർഭത്തിൽ? ജമാഅത്തായി നിർവഹിക്കേണ്ട സന്ദർഭം ഏതാണ്? യുദ്ധത്തിന്റെ സന്ദർഭം. സുബ്ഹാനക അലീം. ചെറിയൊരു യാത്ര ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ നിസ്കാരം ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു തആല ഈ പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കേണ്ടത്.
യുദ്ധസന്ദർഭം നിങ്ങൾ ആലോചിച്ചൊക്കെ, കണ്ണോ കാതോ കാലോ ജവാരിഹികളിൽ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ ആൾക്ക് തന്നെ ജീവഹാനി സംഭവിച്ചേക്കാം. ഒരു നിലക്കും ഒരു സമാധാനമില്ലാത്തൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ പോലും നിസ്കരിക്കണം എന്ന് മാത്രമല്ല, എങ്ങനെ നിസ്കരിക്കണം എന്ന് കൂടി അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രിയപ്പെട്ടവരെ, സാധാരണ സന്ദർഭത്തിൽ ജമാഅത്തായിട്ടല്ലാതെ നാം എങ്ങനെ നിസ്കാരം നിർവഹിക്കും? അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നിസാഇൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാ. നബിയേ, താങ്കൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കുകയും അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക വൽയഖുദു അസ്ലിഹതഹും, അവരിൽ ഒരു വിഭാഗം താങ്കളുടെ കൂടെ നിൽക്കട്ടെ, അവർ അവരുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യട്ടെ. ഫഇദാ സജദു ഫൽയകൂനു മിൻ വറായിക്കും, അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അഥവാ ഒരു റക്അത്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയും വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലു, നിസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വരികയും ചെയ്യട്ടെ. ഫൽയുസല്ലു മഅക്, എന്നിട്ട് അവർ താങ്കളുടെ കൂടെ നിസ്കരിക്കുകയും ചെയ്യട്ടെ. വൽയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും, അവർ ജാഗ്രത കൈക്കൊള്ളുകയും തങ്ങളുടെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. എവിടുത്തെ നിസ്കാരം? യുദ്ധസന്ദർഭത്തിലെ ജമാഅത്ത് നിസ്കാരം, യുദ്ധസന്ദർഭത്തിലെ ജമാഅത്ത് നിസ്കാരം. എന്നിട്ട് അല്ലാഹു പറയാണ്, വദ്ദല്ലദീന കഫറൂ ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതിഹിം അൻ അസ്ലിഹതികും വഅംതിഅതികും ഫയമീലൂന അലൈക്കും മൈലതൻ വാഹിദ. നിങ്ങളുടെ ആയുധങ്ങളെ പറ്റിയും നിങ്ങളുടെ സാധന സാമഗ്രികളെ പറ്റിയും നിങ്ങൾ അശ്രദ്ധരായെങ്കിൽ നിങ്ങളുടെ നേരെ തിരിഞ്ഞൊരൊറ്റ ആഞ്ഞടി നടത്താമായിരുന്നുവെന്ന് കാഫിറുകൾ മോഹിക്കുകയാണ്. വലാ ജുനാഹ അലൈക്കും ഇൻ കാന ബിക്കും അദൻ മിൻ മതറിൻ ഔ കുൻതും മർദാ അൻ തദഉ അസ്ലിഹതഹും, എന്നാൽ മഴ കാരണം നിങ്ങൾക്ക് ശല്യമുണ്ടാവുകയോ നിങ്ങൾ രോഗബാധിതരാകുകയോ ചെയ്താൽ നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുന്നതിന് കുറ്റമില്ല. വഖുദു ഹിദ്റക്കും, എന്നാൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക തന്നെ വേണം. ഇന്നല്ലാഹ അഅദ്ദ ലിൽ കാഫിരീന അദാബൻ മുഹീന, തീർച്ചയായിട്ടും അല്ലാഹു തആല കാഫിറുകൾക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസാ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, യുദ്ധ സന്ദർഭത്തിൽ പോലും ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അവിടെ ഒന്ന് ആലോചിച്ചോക്ക് മക്കളെ, നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ എങ്ങനെ കഴിയുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണത്. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ഖാശിഈങ്ങളായ ആബിദീങ്ങളായ സാഹിദീങ്ങളായ ഉഖറവിയായ ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ, അവരുടെ സിഫത്തുകൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൽ അൽ മുഅ്മിനൂൻ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന വാചകം അതിഗൗരവമുള്ളതാണ്. ഈ ആയത്ത് ഏതിന്റെ ബാക്കിയിട്ട് വരുന്ന നിങ്ങള് നൂറുൻ അലാ നൂർ എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ വിശദീകരിച്ചിട്ട് താഴെ വരികയാണ്. എന്തറിയോ? റിജാലുൽ ലാ തുൽഹീഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ചില ആളുകൾ അല്ലാഹുവെ ദിക്ർ ചെയ്യുന്നതിൽ നിന്നും സ്മരിക്കുന്നതിൽ നിന്നും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും സകാത്ത് നൽകുന്നതിൽ നിന്നും കച്ചവടമോ വിൽപ്പനയോ ഒന്നും തന്നെ അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയില്ല. എന്തീ പറയണത്? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്നോ നിസ്കരിക്കുന്നതിൽ നിന്നോ സകാത്ത് കൊടുക്കുന്നതിൽ നിന്നോ കച്ചവടം തടസ്സമാകില്ല, വാങ്ങലും വിൽക്കലും തടസ്സമാകില്ല. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അവരുടെ മറ്റൊരു സിഫത്ത് എന്താ പറയുക? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈ ആയത്തിന്റെ താഴെ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്ന തഫ്സീറുകളിൽ ഒരു തഫ്സീർ മഹാനായ മത്തർ അൽ വറാഖ് റഹിമഹുള്ളയുടേതാണ്. സലഫുകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയുന്നു, കാനു യബിഊന വയസ്തറൂൻ. ആ അല്ലാഹനെ പേടിക്കുന്ന ആളുകളുടെ സിഫത്ത് എന്താണെന്നറിയോ? അവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരാണ്, ദുനിയാവിൽ ജോലി ചെയ്യുന്നവരാണ്. വലാകിൻ, പക്ഷേ കാന അഹദുഹും ഇദാ സമിഅ അന്നിദാ
വമീസാനുഹു ഫിയദിഹി ഖഫദ വഅഖ്ബല ഇല സ്വലാ. എന്നാൽ അവരിൽ ഒരാൾ ബാങ്ക് കേൾക്കുമ്പോൾ, കച്ചവടക്കാരനാണ്, അവരിൽ ഒരാൾ ബാങ്ക് കേൾക്കുമ്പോൾ അവന്റെ കയ്യിൽ ത്രാസ് ഉണ്ടെങ്കിൽ, തുലാസ് ഉണ്ടെങ്കിൽ, മീസാൻ ഉണ്ടെങ്കിൽ അത് താഴെ വെക്കും, എന്നിട്ട് നിസ്കരിക്കാൻ പോകും. നമ്മളോ ബാങ്ക് കൊടുക്കുമ്പോ പറയും നീ സമയമുണ്ടല്ലോ, ഇഖാമത്ത് കൊടുത്താലോ, ഇനിയിപ്പോ ഇഖാമത്ത് കൊടുത്തില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീർ അതാണ്. മഹാനായ സുദ്ദി റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ പ്രസിദ്ധനാണ്, മുഫസ്സിറാണ്, ഫഖീഹാണ്, വളരെ ബഹുമാന്യനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയാണ് വഖാല സുദ്ദിയു, ഈ ആയത്തിന്റെ തഫ്സീറിൽ അനിസ്സലാത്തി ഫീ ജമാഅ, ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടൂല. കച്ചവടക്കാരനാണ്, പക്ഷെ ജമാഅത്ത് നഷ്ടപ്പെടുത്തൂല. കൃഷിക്കാരനാണ്, ജമാഅത്ത് നഷ്ടപ്പെടുത്തൂല. ഏത് തൊഴിലാണെങ്കിലും ശരി ജമാഅത്ത് നഷ്ടപ്പെടൂല. കാരണം എന്താ? അവരങ്ങനത്തെ ഒരു ലോകത്തെ ഭയപ്പെടുന്നു എന്നാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്നാണ്. ഈ ആയത്തൊക്കെ എത്ര തവണ നമ്മൾ കേൾക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒന്നിൽ ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞ ആയത്തിന്റെ മഅന എന്താ? ജമാഅത്ത് നിസ്കരിക്കണം എന്നാണ്. മുഹമ്മദ് നബി പറയാൻ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവിടുത്തെ തൊട്ട് മൻ സമിഅ നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ, ബാങ്ക് വിളി കേട്ടിട്ടും പരിഗണനീയമായ കാരണം കൂടാതെ പള്ളിയിൽ വരാതെ നിസ്കരിക്കുന്നവന് നിസ്കാരമില്ല. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഈ വാക്ക് മക്കളെ പ്രത്യേകിച്ച് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഉദ്റില്ല, ഉദ്റെന്നറിയില്ല നമ്മളെന്താ പറയാൻ പറ്റുന്നൊരു കാരണമല്ല. അതെന്താ ഞാൻ പറഞ്ഞുതരാം. പരിഗണനീയമായ അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റിയൊരു കാരണം, ഒരു ഉദ്ർ അവർക്കില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയാൽ അവര് നിസ്കാരമില്ല എന്നാണ് ഈ ആയത്തിനെ വിവരിക്കുന്ന, ഈ ഹദീത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ ഇമാമാണ്. അദ്ദേഹം പറയുന്ന വാക്കെന്താ വെച്ചാല്, നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്നല്ല, പിന്നെയോ ആ നിസ്കാരം അപൂർണമാണ് എന്നാണ്. മാത്രമല്ല, ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തൽ ഇസ്മാണ്, പാപമാണ്, കുറ്റകരമാണ്. അതിനവൻ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരുന്നതാണ്. എന്നാൽ എന്താ ഉദ്ർ? ഉദ്ർ എന്താന്ന് ചർച്ച ചെയ്യുന്നതിൽ ഇമാം അബൂദാവൂദ് പ്രമുഖ ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം അടക്കം പലരും ഉദ്ർ എന്താന്ന് പറയുന്നുണ്ട്. രോഗം, ഭയം, മറവി, ഇത് കാരണത്താൽ, അതിൽ മറവി ഒഴിവാക്കിയിട്ടുണ്ട് ചിലരൊക്കെ, രോഗത്താലും ഭയത്താലും എന്നാണ്. പള്ളിയിൽ വന്നോളന്നാണ്. പള്ളിയിൽ എത്തിക്കൊള്ളണം, ജമാഅത്തായി നിസ്കരിച്ചു കൊള്ളണം. അതല്ലേ പ്രിയമുള്ളവരെ അന്ധനായ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദർഭമല്ലേ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു കണ്ണ് കാണാത്ത ഒരാൾ വന്നു. ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇല സ്വലാത്തി ഫസഅലഹു അൻ യുറഖിസ ലഹു അൻ യുസല്ലിയ ഫീ ബൈതിഹി ഫഅദിന ലഹു ഫലമ്മ വല്ല ദആ. അള്ളാന്റെ റസൂലേ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടില്ലേ? കണ്ണു കാണാത്ത ആളാണ്. അതിനാൽ അങ്ങെനിക്ക് വീട്ടിൽ വെച്ച് നിസ്കാരം നിർവഹിക്കാൻ അനുവദിക്കുമോ, ഇളവ് തരുമോ എന്നാണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോകാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നബി ചോദിച്ചു, ഖാല ലഹു അതസ്മഉ നിദാഅ ബിസ്സലാഹ്, നീ നിസ്കാരത്തിലേക്കുള്ള വിളി, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഖാല നഅം, അതെ. കണ്ണ് കാണാത്ത ആള് പറയാൻ, കണ്ണ് കാണുന്നവരെ, കണ്ണ് കാണാത്ത ആള് പറയാൻ, അതെ. കണ്ണ് കാണുന്നവരെ, കണ്ണ് കാണാത്ത ആളോട് റസൂല് പറയണം എന്തറിയോ? ഖാല ഫഅജിബ്, എങ്കിൽ നീ അതിനുത്തരം ചെയ്യണം എന്നാണ്. ഇമാം നസായി 850 നമ്പർ എത്തിയിരിക്കുന്ന ഹദീസാണ്. അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ചയെ കുറവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമുക്കൊക്കെ പലപ്പോഴും അകക്കണ്ണിന് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. നഊദുബില്ലാഹ്. രണ്ട് കണ്ണിന് ഒരു കുഴപ്പവുമില്ലാതിരുന്നിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നിസ്കരിക്കാൻ വരാത്തവരെ കുറിച്ച് പ്രിയമുള്ളവർ എന്ത് പറയാൻ? ഈ മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു
ഉമ്മി മക്തൂം എന്ന ഈ കണ്ണ് കാണാത്ത ഈ സ്വഹാബിയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, വ്യത്യസ്ത ഹദീസുകൾ അത് ജംഅ് ചെയ്യുമ്പോൾ, ക്രോഡീകരിക്കുമ്പോൾ, ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തത്, അദ്ദേഹം സ്വഹാബിയാണ്. രണ്ടാമത്തത്, അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. മൂന്നാമത്തത്, അദ്ദേഹത്തിന് ഒരു വഴികാട്ടിയില്ല. നാലാമത്തത്, വീട് മസ്ജിദിൽ നിന്ന് അല്പം ദൂരെയാണ്. അഞ്ചാമത്തത്, വഴി ദുർഘടം പിടിച്ചതാണ്. വേറെ റിവായത്തിൽ കാണാം, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമാണ്, അവ ആക്രമിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു. ആറാമത്തെ കാര്യം, അദ്ദേഹം വൃദ്ധനാണ്. യാ അല്ലാഹ്, ഇത്രയും ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും, ഏത് നിലക്കും ഉദ്റിന് അവകാശിയായിരുന്നിട്ടും നബി അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം തരുമോ? പ്രിയപ്പെട്ടവരെ, വാങ്ക് കേൾക്കുന്നുണ്ടോ എന്നാണ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ വരണം, എന്നാൽ വരണം. ഇത് പറയുന്നത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനായ, കാരുണ്യവാനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഉറങ്ങണ്ടെങ്കിൽ വല്ലാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. പ്രിയമുള്ളവർ, എന്തൊരു ഗൗരവമുള്ള വാക്കാണ്. അതേ ബഹുമാനപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ച് തന്നെ നിസ്കരിക്കണം. പുരുഷന്മാർ അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ച് തന്നെ നിസ്കരിക്കണം. നബി അങ്ങനെ പഠിപ്പിച്ചത്. അള്ളാന്റെ ആയത്തെന്ന് അഹ്ലുസുന്നന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ആയത്തതാണ്, ഹദീസതാണ്. നീ അസറുകളോ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, പള്ളികളിൽ വെച്ച് തന്നെ നിസ്കരിക്കണം. മൻ സറഹു അയ്യൽഖല്ലാഹ് ഓദൻ മുസ്ലിമൻ, നാളെ ആഖിറത്തിൽ വെച്ച് തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാതി ഹൈസു യുനാദാ ബിഹിൻ, ബാങ്ക് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിസ്കാരങ്ങൾ സംഘടിതമായി നിർവഹിക്കട്ടെ എന്നാണ്. അള്ളാനെ പരലോകത്ത് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്നാണ്. എന്നിട്ട് എന്താ കാരണം അറിയോ? ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനനൽ ഹുദാ വഇന്നഹുന്ന മൻ സുനനൽ ഹുദാ, നിങ്ങളുടെ നബിക്ക് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത് മുഴുവനും സൽസരണികളാണ്. അവയും അഥവാ ജമാഅത്ത് നിസ്കാരവും സൽസരണിയിൽപ്പെട്ടതാണ്. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി ലതറത്തുകും സുന്നത നബിയിക്കും. ജമാഅത്തിന് വരാതെ നിങ്ങൾ ഇതിന്റെ മുമ്പ് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഇനി ശേഷം ഉറങ്ങാണെങ്കിലും കോലോട് പറയാനുള്ളത് ഈ ഒരു വാക്കുകൾ ഓർത്തോക്കണം. ജമാഅത്തിന് വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നബിയുടെ ചര്യയെ ഉപേക്ഷിച്ചവരാകുമെന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല സ്വഹാബി മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഓലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതായത് നബിയുടെ ചര്യ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്. അതല്ലേ പ്രിയമുള്ളവരെ? രണ്ടാളുടെ ചുമലിൽ വേച്ച് പ്രയാസം സഹിച്ച് മരണത്തിന്റെ തൊട്ട് മുമ്പ് പോലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നടന്നു വന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വേച്ച് വെച്ചിട്ട് നിൽക്കാൻ വയ്ക്കണില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ. എന്നിട്ട് ആ വാക്ക് തൊട്ടായി വരുന്നത് എന്തറിയോ? വലൗ തറക്തുക്കും സുന്നത നബിയിക്കും ലളൽതും, നബിയുടെ ചര്യ ഉപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഴിതെറ്റിയവരാകും, പഴച്ചവരാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ ഇത് ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിലാണ്. 654 നമ്പറായി. അല്ലാഹ് പറഞ്ഞു, നബി പറഞ്ഞു, സഹാബി പറഞ്ഞു. ഇനി അടുത്തതാരാ? താബിഈയാണ്. മഹാനായ ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈകളുടെ നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, സ്വന്തത്തെ കുറിച്ചുള്ള സാക്ഷിത്വമാണ്. മാ ഫാതതനി അസ്സലാത്തു ഫിൽ ജമാഅത്തി മുൻദു 40 സന, 40 വർഷമായിട്ട് എനിക്ക് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല.
ഒരു താബിഈയുടെ ജീവിതം അങ്ങനെയാണ്. 40 കൊല്ലമായിട്ട് എനിക്കൊരു ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. എത്രയോ ആളുകൾക്ക്, എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നു. ആഴ്ചയിൽ 1-ലധികം ജമാഅത്തുകൾ നഷ്ടപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ ജമാഅത്ത് നഷ്ടപ്പെടുന്നവർ സലഫു സ്വാലിഹീങ്ങളായ, സച്ചരിതരായ, സ്വർഗത്തിന്റെ അഹ്ലുകാരായ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു തആല പറഞ്ഞ സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് എത്രമാത്രം വിദൂരത്താണ്. ആ വാചകം അവസാനിക്കുന്നിടത്ത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്കുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇമാം സഅദി അറിയപ്പെട്ട മുഫസ്സിറാണ്. അദ്ദേഹം ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം പറയാണ്. വമിൻ ലുത്ഫിഹി അൻ അംറൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ലുത്ഫിൽ, കനിവിൽപ്പെട്ടത് തന്നെയാണ് സാമൂഹികമായ ബിൽ ഇബാദത്തിൽ ഇജ്തിമാഇയ്യ അല്ലതി ബിഹാ തഖ്വ അസായിമുഹും وتنبعث هممهم ويحصل منهم التنافس على الخير والرغبة فيه واقتداء بعضهم ببعض. അള്ളാഹുവിന്റെ കനിവിൽ, അള്ളാഹുവിന്റെ പടപ്പുകളോടുള്ള കനിവിൽപ്പെട്ടത് തന്നെയാണ് സാമൂഹികമായ ആരാധനകൾക്ക് വിശ്വാസികളോട് അവൻ കൽപ്പിച്ചു എന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് അവരുടെ മനഃശക്തിയെ ബലപ്പെടുത്തുന്നു. എന്തിന് ജമാഅത്ത് നിസ്കരിക്കണം? മനോബലം ശക്തിപ്പെടുന്നു എന്നാണ്. എന്തിന് ജമാഅത്ത് നിസ്കരിക്കണം? മനോദൃഢതയെ അത് ഉത്തേജിപ്പിക്കുന്നു എന്നാണ്. എന്തിന് ജമാഅത്ത് നിസ്കരിക്കണം? നന്മകൾ ആഗ്രഹിക്കാനും അതിനുവേണ്ടി മത്സരിക്കാനും പരസ്പരം മാതൃകകൾ കൈമാറാനും പിൻപറ്റാനും സഹായകമാകുന്നു. ഞാൻ നിങ്ങൾ ആലോചിക്കണം, എന്തിന് ജമാഅത്ത് നിസ്കരിക്കുന്നു എന്നുള്ളത്. സുബ്ഹാനക യാ അലീം, എന്തുമാത്രം ഹൃദ്യതയുള്ളൊരു വാചകമാണ് ഇമാം നമ്മോട് പറഞ്ഞു തന്നത്. അല്ലാഹു തആല നിസ്കാരത്തിന്റെ കാര്യത്തിൽ, വിശിഷ്യ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, എന്നാൽ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞത്. നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നതോ? ഇന്നും മൊത്തം മുസ്ലിമയിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആബാലവൃദ്ധം എന്ന് നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും നിസ്കാരം പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നത് ഗൗരവമായി കാണേണ്ട വിഷയം. പല കാരണങ്ങൾ പറഞ്ഞിട്ട് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഈ ഉമ്മത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, മക്കളെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കണ ഏതെങ്കിലും ഒരു സിലബസ് ഞാൻ ഈ പറഞ്ഞതിന് പകരാവൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ തന്നെ കാര്യമാണ്. അള്ളാഹ് പറഞ്ഞതാണ്, റസൂല് പറഞ്ഞതാണ്, അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്താ പറയാ, അഹ്ലുസുന്നത്തിന്റെ ഇജ്മാ എന്താ പറയുക? 5 നേരത്തെ നിസ്കാരം ആരെങ്കിലും നിഷേധിച്ച അവൻ ഇസ്ലാം എന്ന് പുറത്ത മുർത്തദ്ദാണ് എന്നാണ് ഉമ്മത്ത് മുസ്ലിമയുടെ ഇജ്മാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിസ്കാരം നിർബന്ധമാണ് എന്നറിയാം, നിസ്കാരം നിർബന്ധമാണെന്നറിയാം, എന്നിട്ടും അലസതയോ മറ്റോ കാരണത്താൽ നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചുവെങ്കിൽ അയാളുടെ വിധി എന്താണ്? അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നു അയാൾ കാഫിറാണ് എന്ന്. എന്താ ദലീൽ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി മഹാനായ ഇമാം ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റളിയല്ലാഹു അൻഹു പറയാണ്, യഖൂലു സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ബൈനർ റജുലി വ ബൈനശ് ശിർകി വൽ കുഫർ തർക സ്വലാ. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. അപ്പൊ നിസ്കാരം ഒഴിവാക്കുന്നവന്റെ ഹുക്കം എന്താ? മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയത് എന്താ? അൻ ബുറൈദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മഹാനായ സ്വഹാബി ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അഹ്ദുൽ ലദി ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും അവർക്കും അഥവാ അവിശ്വാസികൾക്കും ഇടയിലുള്ള അതിർവരമ്പ് വ്യത്യാസം നിസ്കാരമാണ്. ആര് നിസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ കുഫർ ചെയ്തു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളുടെ അരികിൽ, ഫുഖഹാക്കളുടെ അരികിൽ വലിയ ചർച്ചയുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഹുക്കം എന്താ? ഹുക്മു താരിഖു സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ റിസാല തന്നെയുണ്ട്. ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ തന്നെ കാണാൻ പറ്റും. അതില് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ഒന്നാമത്തെ മദ്ഹബ് ഇമാം അബൂ ഹനീഫ, ജയിലിൽ കൊണ്ടുപോയി ഇടണമെന്നാണ്. എന്നാൽ ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇത് 3 ശിഷ്യന്മാരും ഉസ്താദുമാരാണ്. ഇവരുടെ മദ്ഹബ് അനുസരിച്ച് അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ തടിയിൽ തല ഉണ്ടാകാൻ പാടില്ല, വെട്ടിക്കൊല്ലണമെന്നാണ്. ഇസ്ലാമിക ശരീഅത്തിലെടുത്ത് നിസ്കരിക്കാത്തവനെ കൊല്ലണമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹുക്മ് വ്യക്തികൾക്കെങ്ങാനും നൽകിയിരുന്നെങ്കിൽ പല പുരയിലും മക്കളുണ്ടാവില്ല, ചില പുരയിൽ വാപ്പാരുണ്ടാവില്ല, ചിലയിടത്ത് ഭാര്യ ഉണ്ടാവില്ല, ചിലയിടത്ത് ഭർത്താവ് ഉണ്ടാവില്ല. കാരണം എന്താ? കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. ഗൗരവത്തിലാലേഖങ്ങൾ. എത്ര ഗൗരവമുള്ള കാര്യം! എന്തിന്റെ പേരിൽ? സ്പോർട്സിന്റെ പേരിൽ, ആർട്സിന്റെ പേരിൽ, വിവാഹങ്ങളുടെ പേരിൽ, വിരുന്നിന്റെ പേരിൽ, യാത്രയുടെ പേരിൽ, പലതിന്റെ പേരിലും നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആധുനിക ഉമ്മത്ത് മുസ്ലിമ. അവിടെ ശരിക്കും മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പുറത്തു വന്ന പരിപാടിയാണ്. ഇമാമിങ്ങൾക്കിടയിൽ ചെറിയൊരു അഭിപ്രായത്തിലുണ്ട്. ഏതിലറിയോ? കാഫിറാണോ കാഫിറല്ലേ എന്നുള്ള വിഷയത്തിലല്ല. പിന്നെന്തറിയോ? ഓൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് തിരിച്ചു വരണോ അതോ തൗബ ചെയ്ത് മടങ്ങിയാ മതിയോ? തൗബ ചെയ്ത് മടങ്ങിയാ മതിയോ അതോ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് തിരിച്ചു വരണോ? എത്ര ഗൗരവമുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിസ്കാരം ഉപേക്ഷിക്കുന്നവർ നരകത്തിലാണ്. അല്ലാഹു പറഞ്ഞതാ. എവിടെ? മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകത്തിൽ വസിക്കുന്നവരോട് ചോദിക്കപ്പെടും. സ്വർഗ്ഗക്കാർ ചോദിക്കും, നിങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്ത് കാരണത്താലാണ്? നരകത്ത് കിടക്കുന്നവർ പറയും, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല. നരകത്ത് പോകുന്ന കാര്യമാണ്. മൂന്നാമത്തത്, ആഖിറത്തിൽ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി വരുന്നൊരു ലോകത്ത്, ഒരാൾക്ക് സഹായത്തിനെത്താത്തൊരു ലോകത്ത് നിസ്കരിക്കാത്തവർക്ക് അവർ പരലോകത്ത് സുജൂദിനായി ക്ഷണിക്കപ്പെടുമ്പോൾ അവരുടെ മുതുക് വളയില്ല. കാരണം എന്താ? തന്റെ മുതുക് തിരിക്കാനും വളക്കാനും നിവർത്താനും കഴിയുന്ന സമയത്ത് അവ ഉപയോഗിച്ച് അള്ളാഹുവിന് വേണ്ടി റുക്കൂഉം സുജൂദും ചെയ്യാത്തവൻ അവനത് കഴിയില്ലെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല പറയുള്ളവരെ. അള്ളാന്റെ ഖുർആനിൽ 68-ാം അധ്യായം സൂറത്തു അൽ ഖലം 42-43 ആയത്ത് എന്തായത്തറിയോ? യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുജൂദ് ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്കതിന് സാധിക്കില്ല. എത്രത്തോളം അറിയോ? ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, നിന്ദ്യത അവരെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നാണ്. നോക്കൂ, അപമാനത്തിന്റെ ദിവസമാണത്. അപമാനത്തിന്റെ ദിവസം. ദുനിയാവിലായിരിക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് ആഖിറത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസമൊന്നും അവർക്ക് അന്നില്ലായിരുന്നു അള്ളാഹ് പറഞ്ഞത്. എന്താ? വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. ആരോഗ്യത്തിനൊരു പ്രശ്നമില്ല, എന്നാലും നിസ്കരിക്കാൻ മടി. നമ്മൾ പഠിച്ചിട്ടില്ലേ? നിൽക്കാൻ കഴിയാത്തോ ഇരിക്കുക, ഇരിക്കാൻ കഴിയാത്തോ കിടക്കുക, കിടന്നിട്ടും അടുത്ത ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ഓർമ്മയിലെങ്കിലും നിസ്കാരം നിലനിർത്തുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? അവിടെ നിന്ന് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജാഗ്രത പാലിക്കുക. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല അദ്ദേഹം പറയാണ്, ഖാല ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാന് എന്റെ കൂട്ടുകാരൻ എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു. ഏതാണ് സഹാബിയുടെ കൂട്ടുകാരൻ അറിയോ? നിസ്കരിക്കാത്തവനും ഈ മാസത്തിൽ പാടിപ്പോയില്ലേ? മുത്തുനബിയോടുള്ള ഹുബ്ബ് പറഞ്ഞില്ലേ? നിസ്കരിക്കാത്തവനും പറഞ്ഞില്ലേ മുത്തുനബിനോട് ഹുബ്ബുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മുത്തുനബിയാണ് എന്റെ ഖലീൽ. എന്താ ഖലീൽ പറഞ്ഞെന്നറിയോ? വലാ തത്റുക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ. നിർബന്ധ നമസ്കാരം
മനഃപൂർവ്വം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ്. മക്കളെ, വളരെ ഗൗരവത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആര് മനഃപൂർവ്വം നിർബന്ധ നിസ്കാരം ഒഴിവാക്കിയോ അവന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹിന്റെ സംരക്ഷണം അല്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ ആരെ സംരക്ഷണം പ്രിയമുള്ളവരെ നമുക്ക് ഉപകരിക്കാം. അതുകൊണ്ട് നിസ്കാരത്തെ സംബന്ധിച്ചുള്ളൊരു ഗൗരവമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വഫാത്തിന്റെ വേളയിൽ ലോകത്തിന്റെ നേതാവ് ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നതിന്റെ അല്പം മുമ്പ് പറഞ്ഞുപോയ വാക്കെന്തറിയോ? അസ്സലാ 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 അസ്സലാ. വഫാത്തിന്റെ വേളയിൽ മുഹമ്മദ് നബിയുടെ അവസാനത്തെ വാചകങ്ങളിൽ ഒന്ന് അസ്സലാ അസ്സലാ എന്നാണ്. ഗൗരവത്തിലെടുക്കാം. മഹാനായ ലുഖ്മാൻ തന്റെ മോന് നൽകിയ ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിസ്കാരമായത് എന്തുകൊണ്ട് എന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ നബി പറഞ്ഞൊരു വാക്കുണ്ട്, മൻ ഫാതതുഹു സ്വലാത്തൻ ഫകഅന്നമാ വുത്തിറ അഹ്ലഹു വമാലഹു എന്നാണ്. ആർക്കെങ്കിലും ഒരുത്തൻ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ വീട്ടുകാരും സമ്പത്തും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോവനെ പോലെയാണെന്ന്. ഒറ്റപ്പെട്ടവനെ പോലെയാണെന്ന്. പരക്കാരുമില്ല, കുടിക്കാരുമില്ല, സമ്പത്തുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവനെ പോലെയാണ് എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ജീവിതത്തിലുടനീളം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവത്തോടുകൂടി തന്നെ അതിനെ സമീപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്ത് ഈ നിമിഷം വരെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. എവിടെ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഫലസ്തീനടക്കം പീഡിപ്പിക്കപ്പെടുന്ന, അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, ഈ രാജ്യത്ത് അത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നുപോകുന്നതിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബിന്റെ ദീൻ മുറുകെ പിടിച്ച് അത് പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും ഈ മണ്ണിൽ, ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.